കോഴിക്കോട് വടകരയിൽ യുവാക്കളെ കാരവാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കാരവാൻ ഡമ്മി പരിശോധന നടത്തി. കാർബൺ മോണോക്സൈഡ് എങ്ങനെ വാഹനത്തിനുള്ളിൽ പരന്നു എന്ന് കണ്ടെത്താനാണ് പരിശോധന നടത്തിയത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ഫോറൻസിക് വിദഗ്ധർ, വാഹന നിർമ്മാണ കമ്പനിയുടെ വിദഗ്ധർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പരിശോധന നടന്നത്. വടകര കരിമ്പനപ്പാലത്ത് യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കാരവാനിലാണ് ഇന്ന് രാവിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഫോറൻസിക് സയന്റിഫിക് വിദഗ്ധരുടെയും നേതൃത്വത്തിൽ പരിശോധന നടന്നത്. വാഹന നിർമ്മാണ കമ്പനിയുടെ അംഗങ്ങളും പരിശോധനയ്ക്കെത്തിയിരുന്നു. വാഹനത്തിനകത്ത് എങ്ങനെ കാർബൺ മോണോക്സൈഡ് പരന്നു എന്നാണ് വിദഗ്ധ സംഘം ആദ്യം പരിശോധിച്ചത്. വാഹനത്തിനകത്തും പുറത്തും മണിക്കൂറുകളോളം പരിശോധന നടത്തിയിരുന്നു. AC പ്രവർത്തിപ്പിച്ച ജനറേറ്ററിന്റെ പുകയിൽ നിന്നാണോ കാർബൺ മോണോക്സൈഡ് കാരവാനിനുള്ളിലേക്ക് പരന്നതെന്നാണ് സംഘം പ്രധാനമായും പരിശോധിച്ചത്. വണ്ടി നിർത്തിയ ശേഷം AC ഓണാക്കിയാണ് ഇവർ ഉള്ളിൽ വിശ്രമിച്ചിരുന്നത്. വണ്ടിക്ക് പുറകിൽ ഇടതുവശത്തായി പുറത്തുനിന്ന് തുറക്കാൻ കഴിയുന്ന ക്യാബിനിലാണ് ജനറേറ്റർ ഉള്ളത്. ഇതിലെ ഇന്ധനം പൂർണ്ണമായും വറ്റിയ നിലയിലായിരുന്നു. ഈ ഭാഗത്താണ് സംഘം കൂടുതൽ സമയം പരിശോധന നടത്തിയത്. 2 മണിക്കൂറോളം പരിശോധനകൾ നീണ്ടുനിന്നു. ഡിസംബർ 23-നാണ് കാരവാനിൽ മലപ്പുറം സ്വദേശി മനോജിനെയും കാസർഗോഡ് സ്വദേശി ജോയൽ എന്നിവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതാണ് മരണകാരണമെന്ന് കണ്ടെത്തിയിരുന്നു. ജനം, കോഴിക്കോട്.